ലോക സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ചൈന. ആകാശത്തിലും സമുദ്രത്തിലും ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചതിനു ശേഷം ഇപ്പോൾ ചൈനയുടെ ശ്രദ്ധ ഭൂമിയുടെ അടിഭാഗത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഭൂമിയുടെ മുകളിൽ ലഭ്യമായ ധാതു സമ്പത്ത് പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞ ചൈന ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വിലമതിക്കാനാവാത്ത സമ്പത്തുകളിലേക്ക് കടക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിനായി ചൈന വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക വിദ്യയാണ് ഗ്യാങ്ടി ജിലിയാങ് എന്ന ഭീമൻ ബോറിംഗ് മെഷീൻ. ഇത് സാധാരണ ഒരു ഖനന ഉപകരണമല്ല. ഏകദേശം 500 ടണ്ണിലധികം ഭാരമുള്ള ഈ യന്ത്രം കഠിനമായ പാറകളെ തുറന്ന് 1000 മീറ്ററിൽ കൂടുതലായി ഭൂമിയിലടിയിലേക്ക് കടക്കാൻ കഴിയും. 8 മീറ്ററിലധികം വീതിയുള്ള ഈ മെഷീൻ വലിയ തോതിൽ ഖനനം നടത്താൻ സഹായിക്കുന്നു. ലിയോണിംഗ് പ്രവിശ്യയിലെ ഖനനികൾക്ക് ഇതിനകം തന്നെ ഇത് ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ നിരവധി വെല്ലുവിളികളുണ്ട്. താപനില ഉയരുക, ജലസമ്മർദ്ദം കൂടുക, പാറകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത എന്നിവ വലിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ ചൈനീസ് ശാസ്ത്രജ്ഞർ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ ചൈനീസ് ജലസേചന രീതിയിൽ നിന്ന് ആശയങ്ങൾ എടുത്ത് അതിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ചേർത്താണ് ഈ യന്ത്രം രൂപകൽപ്പന ചെയ്തത്. സെൻസറുകളും റോബോട്ടിക്സും ഉപയോഗിച്ച് സുരക്ഷിതമായ ഖനനം നടത്താൻ ഇപ്പോൾ സാധ്യമാകും. ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ ഭൂമിക്കടിയിൽ നിന്ന് ലിഥിയം, ടങ്സ്റ്റൺ പോലുള്ള പ്രധാന ധാതുക്കൾ ഖനനം ചെയ്യാനാകും. ഇവ സെമി കണ്ടക്ടർ നിർമ്മാണത്തിനും ഇലക്ട്രിക് വാഹന ബാറ്ററികൾക്കും അത്യാവശ്യമാണ്. ഈ മേഖലകളിൽ ലോകവിപണിയിൽ മുന്നിൽ നിൽക്കാൻ ചൈനയ്ക്ക് ഇത് വലിയ സഹായമാകും. മറ്റു രാജ്യങ്ങൾ സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാലും സ്വയം ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് ചൈനയ്ക്കുണ്ടാകുന്നു. ഖനനം മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യയ്ക്ക് മറ്റു ഉപയോഗങ്ങളുമുണ്ട്. ഭൂമിക്കടിയിൽ സുരക്ഷിതമായ സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കും. സൈനിക താവളങ്ങൾ, ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, മറ്റ് പ്രധാന സൗകര്യങ്ങൾ എന്നിവ ഭൂമിക്കടിയിൽ നിർമ്മിക്കാനാകും. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപരിതലത്തിൽ നിന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഇത് വലിയ നേട്ടമാണ്. ചൈന ഇതിനകം തന്നെ പടിഞ്ഞാറൻ പ്രദേശത്തിലെ മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലുമുള്ള ഭൂമിക്കടിയിൽ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഭൂഗർഭ നഗരങ്ങൾ പോലുള്ള ആശയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലൂടെ ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങളിലും വലിയ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പാക്കാനാകും. സൈനിക രംഗത്തും ചൈന വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. 2027ഓടെ ലോകത്തിലെ ശക്തമായ സൈന്യങ്ങളിൽ ഒന്നാകുമെന്ന് ചൈനയുടെ നേതാവ് ഷീ ജിങ് പിങ് വ്യക്തമാക്കിയിട്ടുണ്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ലക്ഷ്യം. സൈന്യത്തിന്റെ കർശന നിയന്ത്രണവും അഴിമതി വിരുദ്ധ നടപടികളും നടപ്പിലാക്കാൻ അത് കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആധുനിക ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിലും ചൈന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ, റഡാറിൽ പിടിക്കപ്പെടാത്ത വിമാനങ്ങൾ, ശക്തമായ നാവികസേന എന്നിവയുടെ വികസനം ഇതിന് ഉദാഹരണമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യയും സൈനിക രംഗത്ത് ഉപയോഗിക്കപ്പെടുന്നു. ഇതിലൂടെ വേഗത്തിലും കൃത്യതയിലും മുന്നിലെത്താനാണ് ശ്രമം. ചൈനയുടെ ഈ മുന്നേറ്റങ്ങൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. ചിലർക്ക് ഇത് ഭീഷണിയായി തോന്നുമ്പോഴും മറ്റു ചിലർക്ക് ഇത് ഒരു പുതിയ ശക്തി തുല്യതയുടെ സൂചനയായി കാണപ്പെടുന്നു. ലോകത്തിലെ അധികാരം കുറച്ച് രാജ്യങ്ങളെ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ മാറ്റം വരുത്താനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് വിലയിരുത്തലുമുണ്ട്. സാമ്പത്തിക രംഗത്തും ചൈന ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആഫ്രിക്കയിലും മറ്റു മേഖലയിലും ഖനന മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുന്നു. കൂടാതെ ആഗോള ലോജിസ്റ്റിക് ശൃംഖലയിലും സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ദീർഘകാല ലക്ഷ്യങ്ങളുടെ മുന്നേറുന്ന ഒരു രാജ്യമായി ചൈനയെ കാണാം. ഇത്തരം വളർച്ച ലോക സമാധാനത്തിന് ഭീഷണിയാണോ എന്ന ചോദ്യവും ഉയരുന്നു. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ ശക്തമായ ഒരു രാജ്യം ഉണ്ടായാൽ ലോകത്തിൽ ഒരു സമതുലിത അവസ്ഥ ഉണ്ടാക്കാൻ സഹായിക്കും. ശക്തിയുടെ തുല്യത നിലനിൽക്കുമ്പോൾ വലിയ സംഘർഷങ്ങൾ കുറയാനിടയുണ്ട്. ഒട്ടുമൊത്തത്തിൽ ഭൂമിയുടെ അടിഭാഗത്തിൽ നിന്ന് സമ്പത്ത് കണ്ടെത്തുന്നതിലും സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലും ചൈന ഒരേ സമയം മുന്നേറുകയാണ്. ഭാവിയിൽ ലോകത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ സമവാക്യങ്ങളിൽ ചൈന കൂടുതൽ വലിയ പങ്ക് വഹിക്കുമെന്ന് വ്യക്തമാകുന്നു. അടുത്ത വർഷങ്ങളിൽ ഈ മാറ്റങ്ങൾ എങ്ങനെ ലോകത്തെ സ്വാധീനിക്കുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ചൈന തന്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ശക്തമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.